ഒരു നടന് വേണ്ട രൂപലാവണ്യത്തെപ്പറ്റി ആധികാരികമായി പലരും എഴുതിയിട്ടുണ്ട്. പല സിദ്ധാന്തങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അവൻ്റെ അഴകളവുകൾ, ചിരി, നോട്ടം, നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്, സംസാരം, അങ്ങനെ എല്ലാത്തിനും ഏതൊക്കെയോ കാലത്ത് ആരൊക്കെയോ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നായക സങ്കല്പങ്ങൾക്ക് പുറത്താണ് ഇതിഹാസങ്ങളുടെ പിറവി. കാണിയുടെ കൺവെട്ടത്താണ് അവർ വളർന്നത്. അവിടെ അവർക്ക് നാണം കുണുങ്ങാം, പൊട്ടിച്ചിരിക്കാം, പൊട്ടിക്കരയാം, തൻ്റെ ഉള്ളിലെ സ്ത്രൈണഭാവങ്ങളെ മറയില്ലാതെ പ്രകാശിപ്പിക്കാം. വേണമെങ്കിൽ തോളൽപ്പം ചരിഞ്ഞ് നിൽക്കാം, നടക്കാം. ഒരൊറ്റ സില്ലൗട്ട് മതിയാകും, തിയേറ്ററുകളിൽ അവർക്കായി കയ്യടികൾ ഉയരും. 4 പതിറ്റാണ്ടായി അങ്ങനെ ഒരാൾക്കായി ആർത്ത് വിളിക്കുന്നവരാണ് മലയാളികൾ. 6ഉം 60ഉം ഒരുപോലെ ആ ഇതിഹാസത്തെ വിളിക്കുന്നത് ലാലേട്ടൻ എന്നാണ്. കണ്ടാണ് മലയാളിക്ക് മോഹൻലാൽ എന്ന നടൻ പ്രിയങ്കരനായത്. മാരീചനെ പോലെ അയാൾ മാനും മയിലുമായി വേഷം മാറി നമ്മളെ വശീകരിക്കുകയല്ല. വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അദ്ദേഹം തൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. നമ്മളിൽ ഒരാളെന്ന പ്രതീതി, അതാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും ആ നടൻ നൽകുന്നത്. പ്രായഭേദമന്യേ മലയാളി അത് ആസ്വദിക്കുന്നു. പലപ്പോഴും അതൊരു തരം താതാത്മ്യം പ്രാപിക്കലാണ്. തിയേറ്റർ വിട്ടിറങ്ങുന്ന കുട്ടി ഇല്ലാത്ത മീശ പിരിക്കും, കാമുകൻ കാമുകയോട് കണ്ണിറുക്കിച്ചിരിക്കും, മക്കൾ അമ്മയുടെ മടിയിൽ ഒന്ന് തലവെച്ച് കിടക്കും. അപ്പോഴൊക്കെ ഏതോ ഒരു ലാൽ കഥാപാത്രമായി അവർ മാറുകയാണ്. സിദ്ധാന്തങ്ങളിലെ നായകനോട് ദയവായി നിശബ്ദത പാലിക്കൂ എന്ന് പറയുകയാണ്. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. നമ്മളായുള്ള ഈ അഭിനയം മോഹൻലാലിന് അനായാസമാണ്. ഒരു കുപ്പായം മാറുന്ന ലാഘവത്തോടെ അയാൾ കഥകളിക്കാരനായ കുഞ്ഞിക്കുട്ടനിൽ നിന്ന് സാഗർ കോട്ടപ്പുറം എന്ന പൈങ്കിളി നോവലിസ്റ്റിലേക്ക് മാറും. ഇവർ തമ്മിൽ എന്താണ് സാമ്യത? മദ്യപാനികളാണ്, നീറുന്നൊരു ഓർമ്മ അവരിൽ എരിയുന്നുമുണ്ട്. അതിനുമപ്പുറം മോഹൻലാൽ മാത്രം. എല്ലാ കഥാപാത്രങ്ങളിലും തൻ്റെ ഒരു അംശം, ഒരു ലാലത്വം അദ്ദേഹം അവശേഷിപ്പിക്കുന്നു. നമ്മുടെ രസമുകുളങ്ങൾക്ക് പരിചിതമായ രുചി, അത് വീട്ടിലെ ഭക്ഷണം പോലെയാണ്. അത് ശീലിച്ചവർക്ക് വെളിയിലത്തെ രുചി അത്ര പിടിക്കില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില പരീക്ഷണങ്ങളും നമ്മൾ നടത്തിയെന്നിരിക്കും. പാപനാശത്തിലെ കമലിൽ ആ ചിരിയുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അവിടെയാണ്. ജോർജ് കുട്ടിയുടെ നിഷ്കളങ്കമായ കുട്ടി ചിരി, അത് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെതല്ല, മോഹൻലാൽ ആ കഥാപാത്രത്തിൽ അവശേഷിപ്പിച്ച അംശമാണത്. ഈ ബാക്കിവെപ്പ് നാളിതുവരെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ബാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയണം. മാത്രമല്ല, അവ നമ്മളിൽ ഒരു ബാധയായി കൂടുകയും ചെയ്തു. നമ്മളായി നടിക്കുന്നു എന്നതല്ല മോഹൻലാൽ എന്ന നടൻ്റെ സവിശേഷത. നമുക്ക് പരിചിതമായ എല്ലാ വികാരങ്ങളെയും പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ്. പ്രണയം, സൗഹൃദം, ദേഷ്യം, വെറുപ്പ്, വാത്സല്യം, നിരാശ എല്ലാം ആ അഭിനയ ശരീരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ആ നടന് സാധിക്കുന്നു. ജീവിതം കരപറ്റാതെ എങ്ങോട്ടെന്നില്ലാതെ അലയുമ്പോഴുള്ള അപ്പുക്കുട്ടൻ്റെയും ഗോപാലകൃഷ്ണ പണിക്കരുടെയും ശിവരാമൻ്റെയും നിരാശ 30കളിൽ അനുഭവിച്ചവരാണ് നമ്മളിൽ പലരും. അതുപോലെ പ്രണയം. സോളമൻ ആയില്ലെങ്കിലും പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി മാതളനാരകങ്ങൾ പൂക്കുന്ന ഒരിടം സ്വപ്നം കണ്ടവർ എത്രയോ പേരാണ്. അച്ഛൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ ഈ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടമായതെന്ന് അയാൾ പറയുമ്പോൾ തിയേറ്ററിൻ്റെ ഇരുട്ടിൽ നിന്നും ഒരാൾ കഴിഞ്ഞ കാലത്തേക്ക് നടന്നിരിക്കും. ചേട്ടച്ചനെന്ന് അനിയത്തിക്കുട്ടി ആദ്യമായി വിളിക്കുമ്പോൾ നമ്മളും അയാൾക്കൊപ്പം ചുണ്ടനെ കേട്ടില്ലേ? ഇത്തരം നായക പാത്രങ്ങളിൽ മാത്രമല്ല, പ്രതിനായകനാകുമ്പോഴും മോഹൻലാൽ എന്ന നടൻ വ്യത്യസ്തനാണ്. കഥാപാത്രങ്ങൾക്ക് ഈ തലം നൽകിയത് എഴുത്തുകാരനാണോ നടനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. MDയുടെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന ചിത്രത്തിലെ ജയരാജനെ നോക്കൂ. പശ്ചാത്താപമില്ല, കണ്ണുനീരില്ല, കളി നന്നായി കളിച്ചു അവസാനം വരെ, പക്ഷേ തോറ്റുപോയി. കളിച്ചതൊക്കെ എനിക്കിഷ്ടവുമായി, അതാണല്ലോ പ്രധാനം. ജയരാജൻ എന്ന കഥാപാത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സംഭാഷണം. മാസ് ചിത്രങ്ങളിലെ നായകൻ്റെ പൊള്ളയായ വീമ്പ് പറച്ചിലല്ലിത്. ഒരു പ്രതിനായകൻ്റെ അവസാന വചനമാണ്. തോറ്റുകൊടുക്കാൻ മടിക്കുന്നവൻ്റെ സുവിശേഷം. MD എഴുതിയ വരികൾ പ്രാസം ഒപ്പിച്ച് വായിക്കുകയല്ല മോഹൻലാൽ. അയാളിൽ ഒരു ചിരി കാണാം, ആത്മവിശ്വാസത്തിൻ്റെ ചിരി. അതേസമയം അയാളുടെ സ്വരത്തിൽ നിരാശയും പ്രകടമാണ്. എങ്ങനെ ഇത് സാധിക്കുന്നു? ഈ ചോദ്യത്തിന് മോഹൻലാൽ പലവട്ടം മറുപടി നൽകിയിട്ടുണ്ട്. ഒരു മിസ്റ്റിക്കിൻ്റെ സ്വരത്തിൽ. എല്ലാം ഭാഗ്യമാണെന്നോ, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്നോ? ഒരു ഭാഗ്യമാണ്. അത് ഒരുപാട് ആക്ടേഴ്സിന് എല്ലാവർക്കും പറ്റുന്നതാണ്, എനിക്കും അത് പറ്റുന്നേ ഉള്ളൂ. വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം. ഇരുവരിലെ ആനന്ദനായും കമ്പനിയിലെ IPS ഓഫീസറായും പരകായ പ്രവേശം ചെയ്തത് ഭാഗ്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? അഹത്തിലെ സിദ്ധാർത്ഥനും സതയത്തിലെ സത്യനാഥനും ആക്ഷനും കട്ടിനും ഇടയിൽ എപ്പോഴോ ആണ് ഉന്മാദത്തിൻ്റെ പടുകുഴിയിലേക്ക് കാൽ വഴുതി വീണതെന്ന് എങ്ങനെ വിശ്വസിക്കും? മണ്ണാർത്തോടി ജയകൃഷ്ണൻ സംഭവിച്ചു പോയതാണെന്ന് എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. ഈ കഥാപാത്രത്തിന് പ്രചോദനമായ കാരിക്കത്ത് ഉണ്ണിമേനോന് പോലും അതൊരു അത്ഭുതമാണ്. നമുക്കും വിശ്വസിക്കാതെ തരമില്ല. ഈ മേക്ക് ബിലീഫിൻ്റെ പേരാണല്ലോ അഭിനയം.
1980 മോഹൻലാൽ എന്ന നടനെ മലയാളി ആദ്യമായി വെള്ളിത്തിരയിൽ കാണുന്നത്. അതിനുശേഷം കാലം ഒരുപാട് മാറി, സിനിമ മാറി, പലർ വന്നു പലർ പോയി. മോഹൻലാലിൻ്റെ കരിയറിൽ പല കയറ്റിറക്കങ്ങളും ഉണ്ടായി. ആ കാലം കഴിഞ്ഞുപോയി എന്ന് പലരും കവടി നിരുത്തി. പക്ഷേ അവർ ഒന്ന് മറന്നു, അത് മോഹൻലാലാണ്, മലയാളത്തിൻ്റെ മോഹൻലാൽ. ഏതു പ്രവാഹത്തിലും പ്രേക്ഷക ഹൃദയത്തിലേക്കുള്ള വഴി അയാൾക്ക് തെറ്റില്ല. അതയാൾ സ്വയം വെട്ടിയുണ്ടാക്കിയതാണ്. ആ വഴി നടക്കാൻ അയാൾക്ക് ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകൾ വേണമെന്നില്ല. നരനോ നരസിംഹമോ അബ്രാം ഖുറേഷിയോ ആകണമെന്നുമില്ല. അതാ നടൻ പലകുറി തെളിയിച്ചതാണ്. അതെ, മലയാള സിനിമയുള്ളിടത്തോളം, അല്ല നമ്മളുള്ളിടത്തോളം മോഹൻലാൽ തുടരും.